ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിട്ട് പോവാം. ഫൈനൽ എപ്പിസോഡ്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഹീറോയ്ക്ക് പറഞ്ഞാൽ ശങ്കുക്ക് ഷോട്ട് ഷോക്കായിരുന്നു. ഹീറോയോട് പറയാൻ തുടങ്ങി, ഇന്ന് നിനക്ക് മാരേജാണ്, നമുക്ക് മാരേജാന്ന് പറഞ്ഞ് ഹീറോയിൻ ലോക്ക് ചെയ്ത് ജങ്കു പോയി തുറക്കെന്ന് വെച്ചുണ്ടാക്കി. ഹീറോയിനെ കണ്ടുകയറി ജങ്കു പോയി. ജങ്കു പറഞ്ഞു, അവൾ പറയുന്നു, ഫുഡ് വെച്ച് തരണം ഞാൻ. ജങ്കു പറഞ്ഞു. ജങ്കു നോച്ചതാണ്. ശരി, എവിടുന്ന് ഞങ്ങൾ മാരേജ് കഴിക്കണം എന്ന് പറഞ്ഞു. ഹീറോയിൻ നോക്കുമ്പോൾ അതെ, അവർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഹീറോയിൻ മോം ഡാഡി ഉണ്ടായിരുന്നു. എല്ലാം റെഡിയായി. അങ്ങനെ ഹീറോയിൻ ഒന്ന് ഉറക്കമായിരുന്നു. നൈറ്റായിരുന്നു. അങ്ങനെ രാവിലെ ഹീറോയിനടുത്ത് ഇങ്ങനെ നൈറ്റായിരുന്നു, ഉറങ്ങിയായിരുന്നു. രാവിലെ ആയി. അപ്പോൾ മാരേജ് ആയിരുന്നു, റെഡിയായിരുന്നു. ഹീറോയിൻ വന്നു. ഈ മാരേജ് കഴിഞ്ഞില്ല, ഞാൻ എന്ത് ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയില്ല. അത് ഹീറോയിൻ മിരട്ടിയായിരുന്നു. ടെൻഷനായി ഹീറോയ്ക്ക്. വേറെ വഴിയില്ലാതെ ഹീറോയിൻ മാരേജിക്ക് സമ്മതിച്ചു. വേറെ വഴിയില്ല. ഇനി അമ്മവും ഡാഡീനെ നിനക്ക് മാരേജ് കഴിക്കണം ഇങ്ങനെ മിരട്ടിയായിരുന്നു ഹീറോയിന്. ഫ്രണ്ടിനെ മമ്മിനെ പിടിച്ച് വെച്ച് മാരേജ് കഴിച്ചില്ല, ഞാൻ ഇത് ചെയ്തുകൊണ്ട് മിരട്ടിയായിരുന്നു. ഹീറോയ്ക്ക് വേറെ വഴിയില്ല, മാരേജിക്ക് സമ്മതിച്ചു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് സാഡായിരുന്നു ഹീറോയ്ക്ക്. അങ്ങനെ ട്രഡീഷൻ മാരേജ് ആയി. ഗുരുജി ചോദിച്ചായിരുന്നു. ഗുരുജിക്ക് ഒന്നും മനസ്സിലായില്ല. മാരേജ് കഴിച്ച പിന്നെ ഗുരുജിക്ക് മനസ്സിലായി. കണ്ണ് വെച്ച് മറ്റായിരുന്നു. അയാൾക്ക് ഒരു പേടിയുണ്ടായിരുന്നു. അയാൾക്ക് ഇത് എന്ത് തുപ്പാക്കി, ഇത് ഫേക്കാണെന്ന് പറഞ്ഞാൽ നേരെ ഗൺഷൊരു തടിയ ജങ്കൊക്കെ ബോഡി ഗാർഡ് പേടിപ്പിച്ചു. അതുകൊണ്ട് അയാൾ പേടിച്ചിട്ട് മാത്രം വെറുതെ താലി കെട്ടി. അങ്ങനെ താലി കെട്ടി ഹീറോയിനെ കൊണ്ടുവന്ന് പറയാൻ തുടങ്ങി. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് കഴിഞ്ഞു. എല്ലാ സാധനം അതെ ജിന്ന് പറയാൻ തുടങ്ങി. ശരി, ഓക്കെ, നമ്മളെല്ലാം പാക്ക് ചെയ്ത് നമുക്ക് പോവാം. ജിൻ, റോസി നിങ്ങൾ ഇവളെ ഡ്രസ്സ് അളവ് മൊത്തം എനിക്ക് പറഞ്ഞു. ഞാൻ 7 പേർ ഓക്കെ പറഞ്ഞു. റോസിനെ വിളിച്ചുകൊണ്ട് പോയി. കെറ്റിനെ വിളിച്ചുകൊണ്ട് പോയി. വരുന്നു. ബാക്കിയൊരു ബോഡി ഗാർഡ് വെച്ച് ഹീറോയ്ക്ക് ഫുഡ് കൊടുത്താൽ ഹീറോ മയങ്ങി വീണു. അത് ജങ്കുക്ക് പറഞ്ഞു, ഇങ്ങനെ ഡ്രസ്സ് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് അവളെ ഡ്രസ്സ് ഫുൾ ഇതെല്ലാം ഇതെല്ലാം എടുക്കാൻ റോസിൻ്റെ അവിടെ പ്രിയക്ക് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. റോസിയുടെ കെറ്റിയോട് അവർ 2 പേര് പോയിട്ട് എല്ലാം നേഴ്സ് എടുക്കാൻ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ജങ്കുക്ക് പോയി. അങ്ങനെ ഡ്രസ്സ് ഇതെടുത്ത് അവളെ കൂടെ കുറച്ച് ബോഡി ഗാർഡുണ്ടായി. പുറത്ത് ഓടിപ്പോയാൽ പിടിക്കും. അങ്ങനെയായിട്ട് എല്ലാം എടുത്തു കഴിഞ്ഞു. അവനായിട്ട് കൊറിയക്ക് പോകുന്ന ടൈമായി. അങ്ങനെ എല്ലാവരും കൊറിയക്ക് പോയി. ഹീറോയിൻ മമ്മി ഡാഡിക്ക് ഒന്നും ചെയ്ത് നടക്കാൻ പറ്റില്ലായിരുന്നു. അവർ കുറച്ച് ടെൻഷനായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റില്ലല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ജങ്കൊക്ക് ഡിസംബർ ഒരു കാറിയെ പറഞ്ഞു. അത് കേട്ട് മമ്മിക്ക് ഡാഡിക്ക് ഷോക്കായി. അവർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എടുന്ന് വന്നു. അങ്ങനെയായിട്ട് എന്ത് പറഞ്ഞു നമുക്ക് പിന്നെ നോക്കാം. ഹീറോയിനോട് വീട്ടിലെ കുറേയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. ഹീറോ മമ്മി ഡാഡിക്കും മറക്കാറുണ്ട്. അവർ നോക്കാൻ വന്നു ഹീറോയിനെ. അപ്പോൾ വന്നിട്ട് ചോദിച്ചു, 7 പേരെ മോം ഡാഡി, ജങ്കോക്ക് എൻ്റെ വൈഫ് എല്ലാവരും ഞാനിവിടെ മാരേജ് കഴിച്ചു. അതെ, എല്ലാവരും മമ്മി ഡാഡിക്ക് ഷോക്ക്. എന്താണ് നീ മാരേജ് കഴിച്ചത്? നിങ്ങൾ 7 പേരെ മോം, അതെ ഞങ്ങൾ മാരേജ് കഴിച്ചിന്, ഇവിടെ തന്നെ മാരേജ് കഴിച്ച് പറഞ്ഞു. അല്ലടാ, ഞങ്ങൾ മാരേജ് പറഞ്ഞ ഫേക്കല്ല മോം, ഒരു സർട്ടിഫിക്കറ്റ് കേട്ടത്, അതുകൊണ്ട് മോം മാരേജ് കഴിച്ചത്. ഞങ്ങൾക്ക് ഓളെ ഇഷ്ടപ്പെട്ടിരുന്നു, മാത്രം വിട്ടു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയായിട്ട് മോമിനോട് പറഞ്ഞു. മമ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ ശരി ഓക്കെ എന്ന് പറഞ്ഞു. ചിലവർക്ക് സമ്മതമല്ലായിരുന്നു. ആറാമന് മമ്മിക്ക് ടെൻഷനായിരുന്നു. ബാക്കിയവരുടെ മമ്മിക്ക് കുറച്ച് ടെൻഷനായിരുന്നു. എന്താടാ ഇങ്ങനെ ചെയ്യുന്നത്, വേണ്ടാതെന്ന്. മോം അങ്ങനെയൊന്നുമില്ല, ഞങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വേറെ വഴിയില്ല. അവരെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്തായിരുന്നു ഇവരെ ഡിവോഴ്സ് പിരിക്കാനും, മാത്രം ഒന്നും സംഭവിച്ചില്ല. അവർ വേറെ വഴിയില്ല, മിണ്ടാതിരുന്നു. അങ്ങനെ ഡേയ്സ് പോകുന്നതാണ്. ഹീറോയ്ക്ക് ഒന്നും നടക്കുന്നത് മനസ്സിലായില്ല. അവരെല്ലാവരും നല്ല കെയറിങ് ആയിട്ട് നന്നായിട്ട് ഹീറോയിനെ നോക്കിയായിരുന്നു. ഫാൻ മീറ്റിംഗ് അത് ഇതെല്ലാം ഫീച്ചർ സോങ്സ് എല്ലാം നല്ല കെയറിങ് ആയിട്ട് നോക്കും. ഒന്നും ടച്ച് ചെയ്തില്ല. ഹീറോയ്ക്ക് അവർ 7 പേരെ പിടിക്കാൻ തുടങ്ങി. ശരി ഓക്കെ എന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ബർത്ത്ഡേ ടൈം മമ്മി ഡാഡി എല്ലാവരും വന്ന്. ഹീറോയ്ക്ക് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ തുറന്നു, ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് എന്ന് പറഞ്ഞു. ഇത് ഒച്ചകടി ഹീറോയ്ക്ക് ഷോക്കെ. മോം ഡാഡ് എന്നെ കെട്ടിപ്പിടിച്ച് കെയർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ്. മമ്മിക്ക് സോറി, മമ്മിക്ക് വരാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ബർത്ത്ഡേക്ക് വരായിരുന്നു, മാത്രമല്ലേ കുറച്ച് ലേറ്റായിരുന്നു. അച്ഛനക്ക് അമ്മയ്ക്കോ ജോലി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവർ എനിക്ക് ബർത്ത്ഡേ സർപ്രൈസിന് അതെ മോം
ശരി മാ അങ്ങനെയായിട്ട് എല്ലാവരും സന്തോഷത്തിൽ പറയാൻ തുടങ്ങി. അങ്ങനെ ഹീറോ പിറ്റേ ദിവസം ഞങ്ങൾ കുറച്ച് ജോലി ഉണ്ടെന്ന് പുറത്ത് പോയി. ഡാഡി പുറത്ത് പോയിരുന്നു. എന്താ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് എന്താ പ്രിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല ഡാഡ് മമ്മിയോട് പറഞ്ഞു. ഡാഡി പറഞ്ഞേക്ക് മമ്മി ചോദിച്ചായിരുന്നു. മമ്മി പറഞ്ഞു സോറി മോം. ഡാഡി പോയി ചോദിച്ചു എന്തടി ചെയ്യാത്തത്? അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയിനോട് പറയുന്നത് കാര്യം പറയാം. എന്താ എനിക്കിത് ഫോഴ്സ് മാരേജ് ലവ് മാരേജാ? എനിക്ക് കുറച്ച് ക്രഷ് അതുണ്ടായിരുന്നു. നിനക്കൊക്കെ ഒരു ഫോഴ്സ് മതി, അവർക്ക് ലവ് മാരേജ്. എൻ്റെ മമ്മിയോ പറഞ്ഞ അതേ നിന്നെ കണ്ടവൻ അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു 7 പേർക്ക്. മാത്രമല്ല അവർക്ക് ആർക്ക് വിട്ടു കൊടുക്കാൻ മനസ്സൊന്നുമില്ല. അതുകൊണ്ട് അവർ 7 പേര്. പിന്നെ നീ മാരേജ് ആക്സതില്ല, നിന്നോട് സംസാരിക്കാൻ ട്രൈ ചെയ്തല്ലോ, നീ തിരിച്ചു ഓടിയല്ലോ. ഈ കാര്യം എന്തടി എൻ്റെ അടുത്ത് പറയാതിരുന്നത്? മമ്മി അത് മാത്രമല്ല ചങ്കോക്കൊക്കെ അറിയും നിങ്ങൾക്ക് അവരെ പിടിക്കുമെന്ന്. എന്നാ മമ്മി അതുകൊണ്ട് എനിക്ക് ഞങ്ങളെ അവരെ പിടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ആക്സെപ്റ്റ് ചെയ്ത് മാരേജ് കഴിച്ചത്. എനിക്ക് അവരെ ക്രഷായിട്ട് പിടിക്കും. ഓക്കെ അമ്മ, അങ്ങനെയൊന്നും പ്രശ്നമില്ല. അവരെ സങ്കടം പിടിക്കേണ്ട. നീ ഇപ്പോൾ ലൈഫ് സ്റ്റാർട്ടിലാണ് എനിക്ക് മനസ്സിലായി. പറഞ്ഞ് അവരെ കൂടെ ഇരുന്നു പറഞ്ഞ് മമ്മി അവിടെ നിന്ന് പോയി. പിന്നെ മമ്മി കൂടെ ജോലി എൻജോയ് ചെയ്തു. അങ്ങനെ PTS റിയലേ ലീവ് എടുത്തായിരുന്നു. കുറച്ച് റെസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഇരുന്നിട്ട് ബേബീസ് അല്ല അവരെ ഗ്രാൻഡ് മ എടുത്തുകൊണ്ട് പോയിരുന്നു. പിറ്റേ ദിവസം ഗ്രാൻഡ് മ വിളിച്ചുകൊണ്ട് കുട്ടികളെ എടുത്തോണ്ട് പോയി. അങ്ങനെ ഹീറോ വിളിക്കാൻ തുടങ്ങി 7 പേരെ. ജങ്കുക്ക് എന്താ ജങ്കുക്ക് നീ ബാക്കി മെമ്പേഴ്സിനെ വിളിക്ക് എന്നാ ഹീറോയി പറഞ്ഞു. ഇത് കേട്ട് പിറ്റേ ദിവസം എന്താ ജങ്കുക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ജങ്കുക്ക് പോയിട്ട് നിന്നെ വിളിക്കുന്നത് എല്ലാവരും വിളിച്ചു. എല്ലാവരോടും പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞ മതി എല്ലാവരോടും അങ്ങനെ 7 പേർക്ക് കൺഫ്യൂസായി. അതൊന്നുമില്ല. ഇങ്ങനെ ഇവർ പേപ്പർ കൊടുത്ത് അത് ജിൻ്റെ കയ്യിൽ കൊടുത്ത്. ജിൻ 6 എടുത്ത് നോക്കി. 6 ഷാക്ക് എന്താ ചെയ്യുന്നത്? അവർ പേപ്പർ നോക്കുക ഷാക്ക്. അങ്ങനെ ജിന്നിനെടുത്തോണ്ട് പോയി. ബാക്കി മെമ്പേഴ്സ് ഓടിപ്പോയി. അങ്ങനെ അവരുടെ കൂടെ ലൈഫ് സ്റ്റാർട്ട് 7 പേർ ഓരോന്നായിട്ട് ഓരോന്നോട് ചെയ്തു. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു.